ഹലോ ഗൈസ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ടൊരു വറവാണേ. ചക്കക്കുരു വീട്ടിൽ ഇഷ്ടം പോലെ കിടന്നതുകൊണ്ട് അതെടുത്തൊന്ന് വറവാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ ചക്ക സീസൺ ആയതുകൊണ്ട് അവിടെ ഇവിടെ എവിടെ നോക്കിയാലും ചക്കക്കുരുവേ ഉള്ളൂ. കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ എടുത്തങ്ങോട്ട് വറവ് ഉണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചു, തീ കത്തിച്ചു. നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിക്കാം. ഒരു 5-6 ടേബിൾ സ്പൂൺ എണ്ണ മതി. അത് കഴിഞ്ഞ് നമുക്ക് കറിവേപ്പില ഇടാം. ഒരു തണ്ട് കറിവേപ്പില ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇതായതിന് ശേഷം കുറച്ച് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇടാം. എനിക്ക് വെളുത്തുള്ളി നല്ലപോലെ കഴിക്കണം ഇഷ്ടമാണ്. ഇതിന് ശേഷം ഞാനൊരു 2-3 കൂടെ ഇട്ടിട്ടുണ്ട്. ഞാനത് വീഡിയോയിൽ എടുക്കാൻ മറന്നു. ഇങ്ങനെ അത്യാവശ്യം വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞ് വെച്ചിരിക്കണം ചക്കക്കുരു ഇടാം. ചക്കക്കുരു കഴുകി നല്ലപോലെ അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ചെറുതായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് വേവും. നമുക്കതിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുപ്പത്തിൽ വീട്ടിൽ വെറുതെ നിൽക്കുമ്പോഴൊക്കെ ഇതുണ്ടാക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഈ സാധനം ഈ ചക്ക സീസൺ ആകുമ്പോൾ അവിടെ എവിടെ നോക്കിയാലും ചക്കക്കുരു ആയിരിക്കും, എവിടെ നോക്കിയാലും. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ ചക്ക കിട്ടാനും ഇല്ല വലുതായിട്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് ചക്ക വാങ്ങിച്ചിട്ട് ബാക്കി ചക്കക്കുരു വന്നതെല്ലാം എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പോൾ അത് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി സൂക്ഷിച്ച് വെച്ചിരുന്നു. ചക്കക്കുരു നല്ലതാണല്ലോ കഴിക്കാൻ നമ്മൾ എല്ലാത്തിനും. അപ്പോൾ അത് അങ്ങനെ കുറച്ച് നേരം 2-3 ദിവസം കൊണ്ട് വിചാരിക്കും ഇതുപോലെ ഒരു വറവുണ്ടാകും. പണ്ട് ഇതുപോലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കണം 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്നാണ് പറ്റിയത്. നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ സിമ്പിളാണ്, നമുക്ക് വൈകുന്നേരം കഴിക്കാനായിട്ട് അത് കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വഴറ്റി തുടങ്ങിയ ആ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ മറന്നുപോയി. വറുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാണ് അത് ഉണ്ടാക്കിയത്. അവസാനം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും ഞാനിട്ടത് കുറച്ച് ഉപ്പ് കൂടെ ഇട്ടു. അതിൻ്റെ കുറച്ച് മുളക് പൊടി ഇട്ടായിരുന്നു. മുളക് പൊടി ഇട്ടു. പിന്നെ കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടിയും കൂടി ഇട്ടുമ്പോൾ കുറച്ചുകൂടി മണവും ഒരു ടേസ്റ്റും കിട്ടും. മണം കിട്ടും. മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കായപ്പൊടിയുടെ. അങ്ങനെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ ചായയുമായിട്ട് കഴിച്ചായിരുന്നു വൈകുന്നേരം. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾ ഉണ്ടാക്കി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചക്കക്കുരു ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ. ബൈ.